ചേങ്കോട്ടുകോണം സ്വാമിയാർ എന്നറിയപ്പെടുന്ന സംപൂജ്യ സ്വാമികൾ സത്യാനന്ദ സരസ്വതി അവർ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളെ മാറ്റി നിർത്തുന്നവരാരോ അവരെ നിങ്ങൾ മാറ്റി നിർത്തേണ്ടതുണ്ട്. ഇടത്തെ ചെവിടത്ത് അടിച്ചു കഴിഞ്ഞാൽ അടി കിട്ടിയാൽ വലതേ ചെവിട് കാണിച്ചു കൊടുക്കുക എന്നുള്ളതല്ല. ഇടത്ത് ചെവിടത്ത് അടി കിട്ടാതിരിക്കുന്ന രീതിയിൽ അപ്പോഴേ ഒഫൻഡ് ചെയ്യുക, ഡിഫെൻഡ് ചെയ്യുക. പലപ്പോഴും ഇപ്പോഴത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഒഫൻസ് വിൽ ബി ദ ബെസ്റ്റ് ഡിഫെൻസ്, നോട്ട് ഇൻ സം ടൈം, എവറി ടൈം. ഇങ്ങോട്ട് കിട്ടിയിട്ട് തിരിച്ചു കൊടുക്കുക എന്നുള്ളതല്ല, ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അന്ന് അദ്ദേഹം പറഞ്ഞു, മുസ്ലിങ്ങളുടെ കടകൾ, ക്രിസ്ത്യാനികളുടെ കടകൾ, അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ, അവരുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം തന്നെ പറ്റാവുന്നിടത്തോളം മാറ്റിവെക്കേണ്ടതുണ്ട്. അന്നത് പറഞ്ഞ സമയത്ത് കൂട്ടമായിട്ട്, ഹിന്ദുക്കളടക്കം കൂട്ടമായിട്ട് അവരുടെ സ്ഥിരം ഫ്രേസ് ഉപയോഗിച്ചു. കള്ളച്ചാമി, 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 കള്ളച്ചാമി സത്യാനന്ദ സരസ്വതിയെക്കുറിച്ച്. ഇപ്പോഴിത് പരസ്യമായിട്ട് ഈ ഭാരതത്തിൽ ഉൾപ്പെടുന്ന കേരളത്തിൽ ഹിന്ദു ജനതയുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു ഹംസറുൽ ഫക്ക് എന്ന് പറഞ്ഞൊരുത്തൻ പറഞ്ഞു, ഇപ്പോൾ വേറൊരുത്തൻ കുരയ്ക്കുന്നുണ്ട്, ഓണത്തിന് പങ്കെടുക്കരുത്, ഓണസദ്യ കഴിക്കരുത് എന്നിത്യാദി കാര്യങ്ങൾ. ഓണത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറയുന്നവരുടെ സ്ഥാപനങ്ങൾ അന്വേഷിച്ച് അറിഞ്ഞ ശേഷം ഹിന്ദുക്കൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നൊരു പോസ്റ്റർ ഞാൻ ഇതിനകത്ത് കണ്ടു. ലക്ഷ്മി കാനത്ത് എന്ന് പറയുന്ന മഹതിയാണ് ആ പോസ്റ്റർ ഇട്ടിട്ടുള്ളത്. അവരൊന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, ഇരുമ്പ് കൊണ്ടേ ഇരുമ്പിനെ മുറിക്കാൻ കഴിയൂ എന്ന്. വർഗീയതയെ മുറിക്കാൻ വർഗീയത കൊണ്ടേ കഴിയൂ എന്ന്. കാരണം അധർമ്മത്തിൻ്റെ മർമ്മം ഭേദിച്ചുകൊണ്ട് മാത്രമേ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ കഴിയുള്ളൂ. അധർമ്മത്തിൻ്റെ മർമ്മം ഭേദിക്കാൻ പുറപ്പെടുന്ന ധർമ്മിയായിട്ടുള്ള ഒരുവന് ആവശ്യം വരുമ്പോൾ അധർമ്മത്തിൻ്റെ കഞ്ചുകമെടുത്ത് അണിയാനുള്ള അവകാശവുമുണ്ട്. അർജുന മാമനുസ്മര യുദ്ധിച്ച. കർണൻ വീണ് കിടക്കുന്ന സമയത്ത് അർജുനൻ വിഷണനായിപ്പോയി, എന്ത് ചെയ്യണമെന്നറിയാതെ. ആ സമയത്ത് കൃഷ്ണൻ പറഞ്ഞു, അർജുന, ഇറ്റ് ഈസ് ദ ടൈം ടു ഷൂട്ട് ഹിം, ടു ഫിനിഷ് ഹിം. അർജുനൻ ഒന്ന് പകച്ചു, പക്ഷെ പറയുന്ന ഭഗവാനാണ് ഷൂട്ട് ചെയ്ത് കൊന്നു. അന്ന് ചാർവാകന്മാർ ചോദിച്ചു, ആയുധമില്ലാത്തവനെതിരെ നിങ്ങൾ യുദ്ധം ചെയ്തില്ലേ? ആയുധമില്ലാതെ വീണ് കിടക്കുന്നവനെ നിങ്ങൾ കൊന്നില്ലേ? കൃഷ്ണൻ പറഞ്ഞു, അല്ലയോ ചാർവാകമുനി, പ്രണാമം. കർണൻ ആ സമയത്ത് ഹി വാസ് നോട്ട് ഡിസാംഡ്, നോട്ട് അണാംഡ്. അങ്ങനെയുള്ള ആയുധം തെറിച്ചു പോയതാ. ആ സമയത്ത് തന്നെയാണ് കൊല്ലേണ്ടത്. ആയുധമില്ലാത്തവനല്ല, ആയുധമുള്ളവനാണ്. യുദ്ധത്തിന് ആയുധം തെറിച്ചു പോകുമ്പോൾ നല്ല സമയമാണ്. therefore I told him to shoot him, I ordered. അങ്ങനെ പറഞ്ഞ ഓഫൻസ് ചിലപ്പോൾ നല്ല ഡിഫൻസായി മാറുമെന്ന് പറയാനുള്ള കാരണം. ഇവിടെ ഈ ലക്ഷ്മി കാനത്ത് പറഞ്ഞിട്ടുള്ള അഭിപ്രായം അവരുടെ മാത്രമായിട്ടുള്ള അഭിപ്രായമായിട്ട് പറയാൻ പറ്റില്ലല്ലോ. ഇന്ന് ജനങ്ങളുടെ മുഴുവൻ അഭിപ്രായം ഇതാണ്. ഹൈന്ദവ ജനത ഒരിക്കൽ പോലും, എനിക്കറിയാവുന്ന പാലക്കാട്, ഞാനവിടെ താമസിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ, അവർ അന്നേ ദിവസം ഒരു 10-20 പേർക്കുള്ള ആഹാരം ഉണ്ടാക്കും. എന്നിട്ട് എല്ലാവർക്കും വീട്ടിലെത്തിക്കും. അവർ മുസ്ലിം ക്രിസ്ത്യൻ, അവിടെ ക്രിസ്ത്യൻ വീടുകളില്ല, മുസ്ലിം വീടുകളാണ് അവിടെ കൂടുതൽ. ഇത്തവണ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ആൾക്കാരെന്തെങ്കിലും പറയട്ടെ സ്വാമി, നമ്മുടെ ആൾക്കാരല്ലേ അവർ, നമ്മുടെ സൈന്യബയല്ലേ എന്നാ പറഞ്ഞു. ഒന്നും കിട്ടിയില്ല. ആ സഹിഷ്ണുതയെ ചോദ്യം ചെയ്യുകയല്ലേ കാലാകാലങ്ങളായിട്ടിപ്പോൾ മുസ്ലിം നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഹിന്ദു സമൂഹത്തിൻ്റെ സഹിഷ്ണുത അത് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നാണ് ഇത്തരം അഭിപ്രായങ്ങൾ പൊന്തി വരുന്നത്. ഇന്നിപ്പോൾ ഈ പറയുന്നത് ശരിയായിട്ടുള്ള അഭിപ്രായമാണെന്ന് പറയുന്ന ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടു. നമ്മളോട് എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ തന്നെ വേണം തിരിച്ച് അങ്ങോട്ടും പെരുമാറാൻ.
ഇത് ഓരോ ഹൈന്ദവനും ഓർമ്മിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ ഒരു വലിയ ചോദ്യം ഞാൻ ചോദിക്കാം. ആ ചോദ്യം എൻ്റേതല്ല, വേറൊരാളുടെ ചോദ്യമാണ്. ചോദ്യം കേട്ടാൽ അറിയാവുന്നവർക്കറിയാം. ഈ രീതിയിലെല്ലാം സഹിച്ചും പുറത്തും കഴിഞ്ഞ് അവസാനം നിന്റെ ഇരിപ്പിടം പോലും നഷ്ടപ്പെടുമ്പോൾ നീ എവിടേക്ക് പോകുമേടാ ജന്തുവേ എന്ന് ചോദിച്ചത് പരമപൂജനീയ സംപൂജ്യ സ്വാമികൾ സത്യാനന്ദ സരസ്വതി. സ്വാമി ചിന്മയാനന്ദൻ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൽ കൂടിയ ബിഷപ്പ്മാരുടെയും കർദിനാൾമാരുടെയും യോഗത്തിൽ അദ്ദേഹം ക്ഷണിച്ചു. പോകരുതെന്ന് പറഞ്ഞു CP ജനാർദ്ദനൻ എല്ലാവരും കൂടിയിട്ട്. ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു, പോകുമെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? സന്യാസിയെ പിടിച്ച് കെട്ടാൻ പറ്റില്ലല്ലോ. പക്ഷെ അദ്ദേഹം അവിടെ പോയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ കൺവെർഷൻ നടത്തുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ഹിന്ദുക്കളുടെ ഹാർട്ട് അതിനെ കൺവെർട്ട് ചെയ്യാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഹർട്ടിങ് ദ ഹാർട്ട്സ്, നിങ്ങൾ ഹൃദയത്തെ മുറിവേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ഹൈന്ദവ ജനതയായിരിക്കില്ല നാളത്തെ ഹൈന്ദവ ജനത. ലോകം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണത്. സമ്മർദ്ദം സഹിക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് തിരിച്ചടിക്കും. അന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അന്ന് എൻ്റെ അടുത്ത് ഇപ്പോൾ വന്ന പോലെ അന്ന് എൻ്റെ അടുത്ത് വരരുത് കേട്ടോ, നിങ്ങളെ സഹായിക്കാൻ എനിക്കും കഴിയാതെ വരുമെന്ന്. ഏതായാലും എല്ലാ വർഷവും ഇപ്പോൾ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഓണം വരുമ്പോൾ ഓണത്തിൻ്റെ മഹനീയത, അതിൻ്റെ പെരുമയുടെ മേലെ അവർ കറുത്ത ചായം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യം വരുന്ന സമയത്ത് അവർ പറയും, ആരാണ് പറഞ്ഞത്, എവിടെയാണ് പറഞ്ഞത്, അതൊക്കെ തേടി പിടിച്ച് ആ സമയത്ത് കൊണ്ടുവരാൻ കഴിയും. പക്ഷെ നിങ്ങളെല്ലാം കണ്ടതല്ലേ. പണ്ടത്തെ ഒരു ഉസ്താദ് എന്ന് പറയുന്ന ഒരുവൻ ഹംസറുൽ ഫക്ക്, ഇപ്പോൾ വേറൊരുവൻ, അവൻ ഉസ്താദിൻ്റെ വേഷം തന്നെ. ഏതായാലും ഈ നിലയ്ക്കാണ് പോകുന്നതെങ്കിൽ ഹൈന്ദവ ജനതയുടെ സഹിഷ്ണുത, ആ സഹിഷ്ണുതയുടെ പേരിൽ അവർ കാണിക്കുന്ന മഹനീയത, അതൊക്കെയാണ് പ്രത്യക്ഷത്തിൽ ക്രിസ്മസ് വരുമ്പോൾ എല്ലായിടത്തും സ്റ്റാറുകൾ കെട്ടിത്തൂക്കുന്നു. പുൽക്കൂടുകൾ ഉണ്ടാക്കുന്ന വീടുകളുണ്ട് ദക്ഷിണ കേരളത്തിലെല്ലാം, ഹിന്ദു ഭവനങ്ങളുണ്ട്. അവർക്ക് അതിൽ നിന്ന് വിട്ടുനിൽക്കും, റംസാനിൽ നിന്ന് വിട്ടുനിൽക്കും. ഇനി അവിടെ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ പറയും, ഞങ്ങൾ തരുന്ന ആഹാരം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളുടെ ആഹാരം ഞങ്ങളെങ്ങനെയാണ് വാങ്ങിക്കുക? ഇപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ സംഘടനകളുണ്ട്. വലിയ രാഷ്ട്രീയ നീക്കങ്ങളൊന്നും വേണ്ട, വലിയ നിലപാടുകളൊന്നും വേണ്ട. ഇവിടെ പല രാഷ്ട്രീയ സംഘടന, കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകൾക്ക് ഇഫ്താർ പാർട്ടി കൊടുത്താൽ മതി, ഉണ്ട ഉരുട്ടി കുത്തിക്കയറ്റുന്ന ഇഫ്താർ പാർട്ടി കൊടുത്താൽ മതി, വോട്ട് റെഡി മണി കണ്ടീഷൻ. എല്ലാത്തിനകത്തും പതുക്കെ പതുക്കെ ആ പേരിൽ കുത്തിക്കയറ്റുകയാണ് ഇഫ്താർ. എന്താണ് ഇഫ്താർ? കുഴി മന്തി, കേൾക്കുമ്പോൾ തന്നെ വൃത്തികെട്ട പേര്. കുടിക്കാനുള്ള ജ്യൂസുകളുടെ പേര് ഷെയ്ക്ക്. പണ്ട് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ജൂത ജനത എന്ന അർത്ഥം, ആ അർത്ഥം കൂടി വരുമല്ലോ. അപ്പം അതിൻ്റെ പേര് മാറ്റി ഷെയ്ക്ക് എന്നാക്കി. പതുക്കെ പതുക്കെ കേരളത്തിലെ ജനതയുടെ, പ്രത്യേകിച്ച് ഹൈന്ദവരുടെ ഉള്ളിലേക്ക് അവരുടെ വസ്ത്രവിധാനം, അവരുടെ വേഷഭൂഷാദികൾ, അവരുടെ സംസാരത്തിൻ്റെ ഭാവങ്ങൾ, ഇന്നിപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ബോധമില്ലാത്ത സമയത്തെങ്കിലും ഏതൊരു മുസ്ലിം ഓം നമഃ ശിവായ എന്ന് പറയില്ല. പക്ഷെ ഇവിടെ ഹിന്ദുക്കൾ പഠിച്ചു അസ്സലാമു അലൈക്കും, മതേതരത്വത്തിൻ്റെ പേരിൽ അസ്സലാമു അലൈക്കും. ഞാനും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയാറുണ്ട്. മുസ്ലിങ്ങളെ കാണുമ്പോൾ ഞാൻ പറയും അസ്സലാമു അലൈക്കും. പക്ഷെ തിരിച്ചൊരിക്കൽ പോലും ഒരു മുസ്ലിമിൻ്റെ വായിൽ നിന്ന്, ഒരു ക്രിസ്ത്യാനിയുടെ വായിൽ നിന്ന് ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല ഓം നമഃ ശിവായ എന്നൊരു വാക്ക്. കേട്ടിട്ടുണ്ട് ഓം നശിച്ചുവാ, ഓം നശിച്ചുവായോ, ഓം നശിച്ചുവായോ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്ന് വരെ ഈ ഞാനടക്കം അവരുടെ വിശുദ്ധ ഗ്രന്ഥമായിട്ടുള്ള ഖുറാനെയോ അതിലെ ദൈവിക സങ്കല്പങ്ങൾ, അള്ളാഹു എന്ന സങ്കല്പത്തെയോ അതിലെ മധ്യസ്ഥനായിട്ടുള്ള പ്രവാചകനെക്കുറിച്ചോ ഇന്ന് വരെയും മോശമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടില്ല. 4000-5000 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വരെ എൻ്റെ നാവിൻ തുമ്പത്തുനിന്ന് അറിയാതെ അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ ആ ഇസ്ലാമിൻ്റെ പേരിൽ, ആ ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള ആ മതസങ്കല്പത്തിൻ്റെ മേലെ കയറി നിന്ന് ചവിട്ടിക്കൂട്ടി, ആ മതസങ്കല്പം ഒരു വബൂസാണെങ്കിൽ അതിൻ്റെ മേലെ ചവിട്ടി ചോര തെറിപ്പിക്കുന്ന നേതാക്കന്മാർക്കെതിരെ ഞാൻ വിരൽ ചൂണ്ടിയിട്ടുണ്ട്. ഇസ്ലാമിനെതിരെ വിരൽ ചൂണ്ടിയിട്ടില്ല, മുസ്ലിങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വാപ്പയായിട്ട് ചമയുന്ന പല ആൾക്കാരും ഇന്നിപ്പോൾ കേരളത്തിലുണ്ട്, അവരെ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്.
അതിൻ്റെ പേരിൽ അതിനെ വളച്ചൊടിച്ച് ഇയാൾ ഇസ്ലാമിനെതിരാന്ന് പറയുന്ന ആൾക്കാരുടെ ജൽപ്പനത്തിനെതിരെ മറുപടി കൊടുക്കാൻ ഞാൻ തയ്യാറില്ല. പറഞ്ഞോ, വീണ്ടും വീണ്ടും പറഞ്ഞു, ഒരു കുഴപ്പമില്ല. എന്തായാലും ഈ ഒരു പ്രവണത ശരിയല്ല. ഇനി ഹിന്ദുവും തീരുമാനിക്കും, ഞങ്ങളെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ, ഞങ്ങളെ പാർശ്വവൽക്കരിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളെയും പാർശ്വവൽക്കരിക്കും. മറ്റു സംസ്കാരങ്ങളെ, ആ സംസ്കാരത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന സങ്കല്പങ്ങളെ, ദൈവസങ്കല്പങ്ങളെ അടക്കം അതിൽ നിന്ന് അകന്നു നിൽക്കാൻ, വായ കൊണ്ട് ഉച്ചരിക്കാൻ പോലും പാടില്ലെന്ന് വന്ദേ മാതരത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിൽ നിന്നൊക്കെ അകന്നു നിൽക്കാൻ പറയുന്ന ഈ ഒരു ഭീകരന്മാരെ, മതഭീകരന്മാരെ, ഹൈന്ദവർ സകല മേഖലകളിലും അവരെ ഇതേ രീതിയിൽ തന്നെ അവരിൽ നിന്ന് അകന്ന് നിന്ന് അവരെ പാർശ്വവൽക്കരിക്കുമ്പോൾ ഇപ്പോഴുള്ളവരുടെ കഴപ്പ് ഒരു പരിധി വരെ തീരും, അത്രയേ ഉണ്ടാവുള്ളൂ. ഇപ്പം തന്നെ എന്തു പറഞ്ഞാലും ഗൾഫിൻ്റെ പേരും പറഞ്ഞ്, ഗൾഫിലെ ഖലീഫുമാരുടെയും ഷെയ്ഖിൻ്റെ പേരും പറഞ്ഞ് അർമാദിക്കുന്നവർ അത് നിർത്തിയിട്ടുണ്ട്. ദുബായ് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായിട്ട്. മാത്രമല്ല അവർക്കുണ്ടായിരുന്ന ഗ്രേസ്, സമാധാനത്തിൻ്റെ ദേശം. റഷ്യയിൽ യുദ്ധം ഉണ്ടായ സമയത്ത് റഷ്യക്കാരും ഇന്ത്യയിൽ തന്നെ കോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾ, നമ്മുടെ മോഹൻലാൽ അടക്കമുള്ള ആൾക്കാർ അവിടെ പോയി താമസിക്കാൻ വേണ്ടി വീട് വാങ്ങിച്ചിരിക്കുകയാണ്. ഇന്ന് അവർ ആ വീട് വിൽക്കാൻ ശ്രമിച്ചാലും വാങ്ങിക്കാൻ ആളില്ല. അതാണ് അവസ്ഥ. ആർക്കും ദുബായ് വേണ്ട. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാലഘട്ടത്തിൽ സന്യാസിപരനായിട്ടുള്ള പരംപൂജനീയ സ്വാമികൾ സത്യാൻ സരസ്വതി വിളിച്ചു പറഞ്ഞു. അത് അദ്ദേഹത്തിന് മാത്രം കഴിയും. പക്ഷെ ഇപ്പോൾ ഗൃഹസ്ഥാശ്രമികൾ പോലും വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ടും കൊടുക്കുക. അധർമ്മത്തിൻ്റെ മർമ്മം ഭേദിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുമ്പോൾ അധർമ്മത്തിൻ്റെ തന്നെ കഞ്ചുകമെടുത്ത് അണിയാനുള്ള അവകാശം സെൽഫ് ഡിഫൻസ് സിസ്റ്റം. ആയുധമായിട്ട് വരുന്നവൻ ആതതായിയാണ്. വലിയ പണിഷ്മെൻറ്റിന് അവകാശപ്പെട്ടവനാണ്, ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്. ആതതായി വദാർഹണ. ആയുധമായിട്ട് നിങ്ങളുടെ ജീവനെടുക്കാൻ വരുമ്പോൾ, നിങ്ങളുടെ അന്തസ്സിനെ കുത്തി മുറിവേൽപ്പിക്കാൻ വരുമ്പോൾ, നിങ്ങൾ അനാദികാലമായിട്ട് പിന്തുടരുന്ന സംസ്കാരത്തിൻ്റെ മേലെ കറുത്ത ചായം പുരട്ടാൻ വരുമ്പോൾ, നമ്മുടെ വേദങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവൻ ആതതായിയാണ് എന്ന്. ആതതായി വദാർഹണ. അവൻ വധത്തിന് അർഹനാണ്, ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് അർഹനാണെന്ന്. ഏതായാലും ലക്ഷ്മി കാനത്ത് എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ പോസ്റ്റ് എനിക്ക് അങ്ങോട്ട് പിടിച്ചു കേട്ടോ. നിങ്ങൾക്കും പിടിച്ചോ? ഓണത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആക്രോശിക്കുന്നവരുടെ സ്ഥാപനങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി ഹിന്ദുക്കൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇരുമ്പിനെ ഇരുമ്പ് കൊണ്ടേ മുറിക്കാനാവൂ. വർഗീയതയെ വർഗീയത കൊണ്ട് മാത്രമേ മുറിക്കാൻ കഴിയൂ. നമസ്കാരം.